എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ? എങ്ങനെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴയാണ്. 2 ദിവസമായി പുറത്തിറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഇന്നും നല്ല മഴയാണ് പെയ്യുന്നത്. ഒരുപാട് പേരിങ്ങനെ പ്രൊഡക്റ്റ് അയച്ചോ എന്തായി എന്നൊക്കെ ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാരൊന്നും അങ്ങനെ ചോദിക്കാറില്ല. കാരണം അവർക്കറിയാം ഞാൻ എത്ര വൈകിട്ടാണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കും എന്നുള്ളത്. നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട്. അവർക്ക് നമ്മളെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ ആദ്യമായിട്ട് ഓർഡർ എടുത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മൾ 50ൻ്റെ ഒരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നപ്പോൾ അതിന് ഒരുപാട് പേര് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഒന്നിച്ച് വരുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. അതൊക്കെ പാക്ക് ചെയ്ത് നമ്മളിങ്ങനെ ഒരു ബുക്കിലാണ് ഓരോരുത്തർ ഓർഡർ എടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുക. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളത്. അത് നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങാത്ത ആളുകളാണ് അങ്ങനെ ഡൗട്ട്. കാരണം അവരെ പൈസ പോവുമോ, ഇനി സാധനം കിട്ടുമോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഡൗട്ട് കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമാണ്. ഇപ്പം ഞാനായാലും അങ്ങനെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ, മഴ കാരണമാണ് സാധനം അയക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും നല്ല മഴയാണ്. പിന്നെ ഓട്ടോ വിളിച്ചിട്ടൊക്കെ പോവുക എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് അറിയണതല്ലേ. നമ്മൾ തൊട്ടൊക്കെ എണീച്ചെങ്കിൽ നമുക്ക് ഓട്ടോ വിളിച്ചിട്ട് പോയാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുക. മഴയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂട്ടി എടുത്ത് പോവാവുന്നതേ ഉള്ളൂ. അപ്പോൾ മഴ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ വിളിച്ചിട്ട് തന്നെ സാധനം കൊണ്ടുപോകണം. അത് നമ്മൾ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത്. അപ്പോൾ പോസ്റ്റിലേക്ക് നമുക്ക് ഇവിടുന്ന് കുറച്ച് പോകാനുമുണ്ട്. അപ്പോൾ അത് ഓട്ടോ അല്ലെങ്കിൽ സ്കൂട്ടി തന്നെ വേണം. അപ്പോൾ മഴ ആയിക്കഴിഞ്ഞാൽ സ്കൂട്ടി എന്തായാലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോ വിളിച്ചിട്ട് തന്നെ പോകണം. അപ്പോൾ ആ ഒരു ഇത് ആലോചിച്ചിട്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് മഴ തോർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പോയിട്ട് ഇന്ന് ആക്കി വെച്ചവരുത് നമ്മൾ അയക്കും. പിന്നെ ഒരുപാട് പേര് ഞാൻ പറഞ്ഞിരുന്നു ഇൻവിസിബിൾ കിറ്റ് ഇട്ടിട്ട് ഒരുപാട് പേര് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ട ഇത്രയും പേര്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടാണ്ട് ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മളൊരു 10-50ഓളം പേര് ഓർഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അയക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോരുത്തർ അയക്കുക. അല്ലാണ്ട് ഇവിടുന്ന് ഇങ്ങനെയല്ല നമ്മൾ അയക്കുക. ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ എഴുതി വന്ന് അവരെ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഞാനത് കാണിക്കണില്ല. ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അത് എഴുതി വെച്ച് അവിടുന്ന് ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തർ പാക്ക് ചെയ്തിട്ട് വരിക. അപ്പോൾ ഇതിന് കാണാൻ ചിലപ്പോൾ അടിയിലാവും നമ്പർ കിടക്കുന്നുണ്ടാവും. അവർ അയച്ചോ എന്ന് വെച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് വിടുന്നു. ചിലപ്പോൾ അവർ 3-4 ദിവസം ആയിട്ടുണ്ടാവുള്ളൂ ഒരു പേയ്മെൻറ്റ് അടച്ചിട്ട്. അപ്പോൾ അവരിങ്ങനെ അയച്ചോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ മഴയൊക്കെ എല്ലാവരും നാട്ടിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മഴ കാരണമാണ് ഇത്രയും ഡിലേ ആവുന്നത്. എന്തായാലും ഇവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോസ്റ്റ് 3 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും നിങ്ങളുടെ കയ്യിൽ കിട്ടും. പിന്നെ പോസ്റ്റ് വഴി അയക്കുമ്പോൾ നമുക്ക് ഫോണിലേക്ക് മെസ്സേജ് വരികയും ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ തന്നെ പ്രൊഡക്റ്റ് എത്തിച്ച് തരികയും ചെയ്യും. പിന്നെ നിങ്ങൾ ആ ഒരു പേടിയൊന്നും നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ ഇപ്പം എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഈ ഒരു മെസ്സേജ് ഇപ്പം ഇന്ന് നേരം വെളുത്തിട്ട് തന്നെ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റ് അയച്ചാന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് മഴ തോർന്നു കഴിഞ്ഞാൽ ഒരുവിധം നമ്മൾ ഇന്ന് അയക്കും. പിന്നെ ബാക്കിയുള്ളത് നാളെയും മറ്റന്നെയും കൂടെ ആയിട്ടാണ് നമ്മൾ എല്ലാവരുടെ പ്രൊഡക്റ്റും അയക്കുക. അപ്പോൾ ഇതിങ്ങനെ ചോദിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവരുടെ ഒരു ഇതുകൊണ്ട് ചോദിക്കണതാണ്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോസ് തന്നെ ചെയ്തത്. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് ഇനിയും കണ്ട ഇതൊക്കെ നമ്മളിങ്ങനെ അഡ്രസ്സ് ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഇൻവിസിബിൾ കിറ്റിന് വേണ്ടവരുടെ അഡ്രസ്സും അതുപോലെ തന്നെ 50ൻ്റെ കിറ്റ് വേണമെന്ന് പറഞ്ഞവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇത് നോക്കിയിട്ട് വേണം നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്ത്. പലതും പല സ്ഥലത്താണ് കിടക്കുന്നത്. നമ്മളൊക്കെ ചിലപ്പോൾ ചിലവർക്ക് എന്താ പറയുക സ്റ്റോൺ വേണ്ടി വരും, ചിലവർക്ക് ആലിവേറ്റർ ക്ലിപ്പ് വേണ്ടി വരും. അപ്പോൾ പലതും പല സ്ഥലത്താണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ സ്വരുക്കൂട്ടിയിട്ട് വേണം നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ. കണ്ട അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചോദിക്കുക. ഞാൻ കുറ്റപ്പെടുത്തല്ല. നിങ്ങളിങ്ങനെ നമ്മളറിയാത്ത ആളുകളാവുമ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്ന ആളുകളെ ഞാൻ കുറ്റം പറയില്ല. അവർക്കറിയാം എത്ര വൈകിട്ടാണെങ്കിലും നമ്മൾ പ്രൊഡക്റ്റ് അവരെ അവിടെ എത്തിച്ചു കൊടുക്കും. അതല്ല പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പൈസയെങ്കിലും നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഓരോരുത്തരെ ആക്കി വെച്ചത് ഞാൻ കാണിച്ചു തരാം.
ഓരോരുത്തരും ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ചിട്ടുള്ളത്. കണ്ട, ഇതൊക്കെ പാക്ക് ചെയ്യണം, ഒട്ടിക്കണം. എന്നിട്ട് മഴ തോർന്ന സമയം നോക്കിയിട്ട് ഒരൊറ്റ പോക്കാ പോകണം. കണ്ട, പിന്നെ ഇവിടെയൊക്കെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒന്നും വിചാരിക്കണ്ട, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് അറിയിക്കുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക. വിളിക്കണ്ട, എന്തുണ്ടെങ്കിലും മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബായ്.